ലോകകപ്പിലെ ആവേശ പോരാട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുകയാണ്. ലൂക്കാ മോഡ്രിച്ച് ലോകകപ്പ് വേദിയിൽ നിന്ന് മടങ്ങുന്നു. രണ്ട് താരങ്ങൾക്ക് നമുക്കറിയാം ആരാധകർ ഏറെയുള്ള രണ്ട് താരങ്ങളാണ്. റൊണാൾഡോയെ ഇനിയും വേൾഡ് കപ്പിൽ കാണാം, പക്ഷേ മോഡ്രിച്ച് മടങ്ങുകയാണ്. പ്രധാന തലക്കെട്ടുകൾ നോക്കാം, അതിനുശേഷം ഫുട്ബോളിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിൽ ക്രൊയേഷ്യയെ തോൽപ്പിച്ചത് 1-2 ഗോളുകൾക്ക് ലോകവേദിയിൽ നിന്ന് മടങ്ങി ലൂക്കാ മോഡ്രിച്ച്. ഓസ്ട്രിയയെ തകർത്ത് സ്പെയിനും മുന്നോട്ട്, ജയമെതിരില്ലാത്ത 3 ഗോളുകൾക്ക്. മമ്മൂട്ടി മികച്ച നടനാകുമോ? 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം ഇന്ന്. മലയാളത്തിൽ നിന്ന് ജൂറിക്ക് മുന്നിലെത്തിയത് ഭ്രമയുഗവും കിഷ്കിന്ദ കാണ്ഡവും. മഞ്ഞുമ്മൽ ബോയ്സും അടക്കമുള്ള ചിത്രങ്ങൾ അവാർഡ് നിർണയിച്ചത് ജയരാജ അധ്യക്ഷനായ ജൂറി. ഓപ്പറേഷൻ തൂഫാനിൽ നടപടി ശക്തമാക്കിയ ആഭ്യന്തര വകുപ്പ്. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പെരുമ്പാവൂരിൽ ബോധവൽക്കരണ റാലിയിൽ പങ്കെടുക്കും. കോഴിക്കോട്ട് പോലീസിനെയും നാട്ടുകാരെയും ആക്രമിച്ച ലഹരി സംഘം പിടിയിൽ. വഴി നടക്കണ്ടേ എന്ന ന്യൂസ് 18 ക്യാമ്പയിനിൽ നടപടിയുമായി കോട്ടയം നഗരസഭ. നടപ്പാതകൾ കാൽനടക്കാർക്ക് മാത്രമാക്കുമെന്ന് അധ്യക്ഷൻ MP സന്തോഷ് കുമാർ. തട്ടുകടകൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുമെന്നും സന്തോഷ് കുമാർ. ന്യൂസ് 18 ഇമ്പാക്ട്. ആലപ്പുഴയിലെ വിവാദ കാർണിവലിൽ അന്വേഷണം. അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നഗരസഭ. നികുതി വെട്ടിപ്പുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. പ്രതിസന്ധി ഒഴിയാതെ താരസംഘടന അമ്മ. അഡ്ഹോക് കമ്മിറ്റിയുടെ നിയമസാധുത ചോദ്യമുനയിൽ. രാജി പ്രഖ്യാപിച്ചവർ ഔദ്യോഗികമായി രാജിക്കത്ത് നൽകാത്തതിനെ തുടർന്ന് പ്രതിസന്ധി. നിരപരാധിത്വം തെളിയിക്കാതെ പടിയിറങ്ങില്ലെന്ന് ശ്വേതാ മേനോൻ. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നാളെ മുതൽ. ടെഹ്റാനിൽ വൻ സുരക്ഷാ കാരണങ്ങളാൽ മുജ്തബ ഖമനേയി ചടങ്ങിൽ എത്തിയേക്കില്ലെന്ന് റിപ്പോർട്ട്. അപ്പോൾ ക്രൊയേഷ്യയെ മറികടന്ന് പോർച്ചുഗൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുകയാണ്. അവസാന വിസിൽ വരെ ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്കാണ് പോർച്ചുഗലിന്റെ ജയം. പോർച്ചുഗൽ സ്വന്തമാക്കിയത്. ഗോൾ രഹിതമായിരുന്നു ആദ്യ പകുതി. 53-ാം മിനിറ്റിൽ ക്രൊയേഷ്യയാണ് ആദ്യം സ്കോർ ചെയ്ത് പോർച്ചുഗൽ ആരാധകരെ ഞെട്ടിച്ചത്. 68-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ സമനില പിടിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെനാൽറ്റി പോർച്ചുഗൽ സമനില സമ്മാനിച്ചു. ഇഞ്ചുറി ടൈമിലാണ് വിജയ ഗോൾ നേടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ക്രൊയേഷ്യൻ ഇതിഹാസം ലൂക്കാ മോഡ്രിച്ചിന്റെ അവസാന ലോകകപ്പ് മത്സരം കൂടിയായിരുന്നു ഇത്. പറയാനുള്ളത് വെച്ചാല് നമ്മള് കളി കാണുന്നതിന് മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. ക്രൊയേഷ്യ 2018 മെസ്സിനെയും ടീമിനെയും പുറത്താക്കി. 2022 നെയ്മറിനെയും മുള്ളരെയും പുറത്താക്കി. പസിതാണ് മാറി മക്കളെ.
അവസാന മിനിറ്റ് വരെ പക്ഷേ സസ്പെൻസ് ആയിരുന്നു ഇല്ലേ? നമ്മൾ കളിയൊക്കെ നമ്മളുടെ ആദ്യം മനസ്സിലാക്കി. എനിക്ക് കാണാനിരിക്കുന്നത് അണ്ണന്റെ പിള്ളേരുടെ പൂരമായിരിക്കും. എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഭയങ്കര സസ്പെൻസ് ആയിരുന്നല്ലേ? അവസാന നിമിഷം വരെ ടെൻഷൻ അടിച്ചോ? റൊണാൾഡോ പുറത്തു പോകുമെന്ന് വിചാരിച്ചോ ഒരു ഘട്ടത്തില്? ഇനി കപ്പടിക്കുമോ? ഏറ്റവും ടഫ് മാച്ച് ഇതായിരുന്നല്ലേ? ക്രൊയേഷ്യയായിട്ടുള്ള തുള്ളിട്ട് ശബ്ദിക്കാൻ വയ്യ. സൗണ്ട് പോയോ? കാറി രണ്ടാമത്തെ ഗോൾ അടിച്ചപ്പോ പോർച്ചുഗൽ കുടുങ്ങിയപ്പോ ജയിച്ചൂരി വലിയ മാച്ചായിരുന്നില്ല. റൊണാൾഡോ പറഞ്ഞാല് കംബാക്ക് എടുക്കുന്നവരാ. ഒന്നും പറയില്ല, വേറൊന്നും പറയില്ല. കംബാക്ക് വീരൻ, വേറൊന്നുമില്ല. ഇതിലെ ഏറ്റവും ആവേശകരമായ ഒരു മത്സരമായിരുന്നു വേൾഡ് കപ്പിൽ. പിന്നെ അല്ല, എന്തെങ്കിലും പറയണ്ടോ? റൊണാൾഡോനെ അതിശയിപ്പിച്ചവർക്കൊക്കെ ഒരു മറുപടി. MS സനീഷ് കുമാറും ഒപ്പം എൽദോ പോൾ പുതുച്ചേരിയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. എൽദോ, പോർച്ചുഗൽ ആരാധകർ കാത്തിരുന്ന നിമിഷം, ക്രിസ്ത്യാനോ ആരാധകർ കാത്തിരുന്ന നിമിഷം ഒന്ന് ചങ്കിടിപ്പിച്ചെങ്കിലും ഏറ്റവും ഒടുവിൽ വിജയക്കുതിപ്പിലേക്ക് കാര്യങ്ങളെത്തി. എന്തായിരുന്നു മത്സരത്തിന്റെ ആകെയുള്ള ഒരു ടോട്ടൽ ഒരു വിലയിരുത്തൽ? ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രഞ്ജിത്ത്. ഒരുപക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ആദ്യ പകുതിയിൽ കാര്യമായിട്ടുള്ള മികവ് കാട്ടാനും കഴിഞ്ഞില്ല എന്ന് പറയണം. അധികം ടച്ചുകൾ ക്രിസ്ത്യാനോയ്ക്ക് ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാം പകുതിയിൽ അദ്ദേഹത്തിന് ഒരു പെനാൽറ്റി അവസരം ലഭിച്ചു. എപ്പോഴും പെനാൽറ്റിയിൽ പുലർത്തുന്ന മികവ് ഇവിടെയും ക്രൊയേഷ്യക്കെതിരെയും ക്രിസ്ത്യാനോ റൊണാൾഡോ അത് തുടർന്നു. അങ്ങനെ മനോഹരമായി തന്നെ സമനില ഗോൾ കണ്ടെത്തി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ മത്സരത്തിൽ ആദ്യ ഗോൾ നേടുന്നത് ക്രൊയേഷ്യയാണ്. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ ആദ്യ പകുതിയിൽ പന്തിന് നിയന്ത്രണം പോർച്ചുഗലിനായിരുന്നു. പക്ഷേ ഈ ചെറിയ പാസുകളുമായി മനോഹരമായിട്ടുള്ള പാസിംഗ് ഗെയിമുമായിട്ടാണ് ക്രൊയേഷ്യ ഈ മത്സരത്തിൽ ശ്രദ്ധേയമായത്. മത്സരത്തിൽ ക്രൊയേഷ്യയുടെ പ്രകടനം അത്തരത്തിലായിരുന്നു. എന്തായാലും ക്രൊയേഷ്യയ്ക്ക് ആദ്യം ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചു. ഇയാൻ പെരിസിച്ചിലൂടെ 53-ാം മിനിറ്റിൽ ക്രൊയേഷ്യയാണ് ആദ്യം സ്കോർ ചെയ്യുന്നത്. പിന്നീടാണ് അവിടെ പെനാൽറ്റി ബോക്സിലെ ഫൗളിന് അവിടെ റൊണാൾഡോയിലൂടെ പെനാൽറ്റിയിലൂടെ 68-ാം മിനിറ്റിൽ പോർച്ചുഗൽ സമനില പിടിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇഞ്ചുറി ടൈമിലാണ് അവിടെ ഗോൺസാലോ റാമോസ് പോർച്ചുഗലിന്റെ വിജയ ഗോൾ കണ്ടെത്തുന്നത്. മത്സരം ഏതാണ്ട് 10 മിനിറ്റാണ് അഡീഷണൽ ടൈമായി നൽകിയത്, ആഡ് ഓൺ ടൈമായിട്ട് നൽകിയത്. ആഡ് ഓൺ ടൈമിന്റെ അവസാന മിനിറ്റിൽ ക്രൊയേഷ്യ പന്ത് വലയിൽ എത്തിച്ചുവെങ്കിൽ പോലും പക്ഷേ അവിടെ ഒരു ഓഫ്സൈഡ് ഫ്ലാഗ് അല്ല, വാർ ചെക്കിങ്ങിൽ അത് ഓഫ്സൈഡ് ആണെന്ന് കണ്ടെത്തുകയും അങ്ങനെ ഗോൾ ഡിസലോ ചെയ്യുകയാണ് ഉണ്ടായത്. എന്താണെങ്കിലും വാശിയേറിയ മത്സരമായിരുന്നു, ആവേശം നിറഞ്ഞ പോരാട്ടമായിരുന്നു. രണ്ടാം പകുതിയിൽ ക്രൊയേഷ്യ കൂടുതൽ ഉണർന്നു. ആദ്യ പകുതിയിൽ പോർച്ചുഗൽ നിയന്ത്രണത്തിലായിരുന്നു. ഇതാണ് മത്സരത്തിൽ ഒരു പുതുചിത്രം. ഏറ്റവും സങ്കടകരം, ലൂക്കാ മോഡ്രിച്ചിനെ ഇനി ലോകകപ്പ് വേദിയിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ക്രൊയേഷ്യ 2018 റണ്ണേഴ്സ് അപ്പ് ആക്കിയ ലൂക്കാ മോഡ്രിച്ച്, പിന്നീട് റയൽ മാഡ്രിഡിന്റെ ഇതിഹാസ താരമായിട്ടുള്ള ലൂക്കാ മോഡ്രിച്ച്, ക്രൊയേഷ്യയുടെ എക്കാലത്തെ മികച്ച മിഡ്ഫീൽഡ് ജനറൽ, അദ്ദേഹം തോൽവിയോടുകൂടി ഈ ലോകകപ്പിൽ നിന്ന് മടങ്ങുകയാണ്. ഒരു ഘട്ടത്തിൽ ക്രിസ്ത്യാനോയ്ക്ക് സങ്കടം നിറഞ്ഞ ഒരു മുഖഭാവം പോലും മത്സരശേഷം കണ്ടു. രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്യുന്നത് കണ്ടു. എന്നാലും ക്രിസ്ത്യാനോ റൊണാൾഡോ, ലൂക്കാ മോഡ്രിച്ച് ഇതിഹാസങ്ങളുടെ പോരാട്ടത്തിൽ അവിടെ റൊണാൾഡോ മുന്നേറുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇതിനിടയിൽ. അതായത് 10 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുക 80-ാം മിനിറ്റിലാണ് റൊണാൾഡോയെ പിൻവലിക്കുന്നത് മാർട്ടിനസ്. എന്താണെങ്കിലും ഒരു പെനാൽറ്റി ഗോളിന്റെ മികവിൽ റൊണാൾഡോ ടീമിനെ സമനിലയിലെത്തിച്ചു. പിന്നീട് അവിടെ പോർച്ചുഗൽ വിജയ ഗോൾ കണ്ടെത്തുകയും ചെയ്തു ഇഞ്ചുറി ടൈമിൽ. രഞ്ജിത്ത്, ഏതായാലും വലിയ ആവേശ പോരാട്ടത്തിൽ വിജയം നേടിയിരിക്കുന്നത് റൊണാൾഡോയുടെ പോർച്ചുഗലാണ്. ലൂക്കാ മോഡ്രിച്ച് ആരാധകരെ അത്തരത്തിൽ ലൂക്കാ മോഡ്രിച്ചിൻ്റെ ആരാധകർ നമുക്കറിയാം, രണ്ടുപേരും ഫുട്ബോൾ ലോകത്തെ ഇതിഹാസ താരങ്ങൾ തന്നെയാണ്. ക്രൊയേഷ്യൻ ഇതിഹാസം കൂടിയായ ലൂക്കാ മോഡ്രിച്ചിൻ്റെ വിടവാങ്ങൽ മത്സരം കൂടിയായി ലോകകപ്പിൽ നിന്ന് ഇത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. MS സനീഷ് കുമാർ അവിടെ ചേരും. മനീഷ്, ഒരുപക്ഷെ അർജന്റീനയെ പോലെ ബ്രസീലിനെ പോലെ കേരളത്തിൽ ആരാധകരുള്ള ഒരു ടീമാണ്, ഒരു താരമാണ് പോർച്ചുഗലും ഒപ്പം ക്രിസ്ത്യാനോയും. ഇപ്പോൾ അവരുടെയൊക്കെ ആവേശക്കാഴ്ചകൾ നമ്മൾ കണ്ടു. എന്തായിരുന്നു ചങ്കിടിപ്പ് കൂട്ടി അല്ലേ ഇടയ്ക്ക് മുന്നേറ്റമൊക്കെ? വലിയ ആവേശകരമായ മത്സരമായിരുന്നല്ലോ.
തീർച്ചയായും ലാസ്റ്റ് ഡാൻസ് ആരുടേതെന്ന ചോദ്യമായിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ കളിക്ക് മുമ്പുണ്ടായിരുന്നത്. ആരാണ്, ലൂക്ക മോഡ്രിച്ച് ആണോ അതോ റൊണാൾഡോ ആണോ ഈ ലോകകപ്പോടുകൂടി പടിയിറങ്ങുന്നത് എന്ന ചോദ്യമായിരുന്നു. അതിനൊരു ഉത്തരം വന്നിരിക്കുന്നു. എന്തായാലും അവസാനം വരെ ഒരു സസ്പെൻസ് ത്രില്ലറിനെ അനുസ്മരിപ്പിക്കുന്ന മത്സരം തന്നെയാണ് നടന്നത്. പോർച്ചുഗീസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ശ്വാസം അടക്കി പിടിച്ചായിരുന്നു അവസാന നിമിഷം വരെ കളി കണ്ടത്. അവസാന ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിൽ ഒരു ഓഫ് സൈഡ് ഗോളാവുന്നു. അത് പിന്നീട് വാറിലൂടെ ഓഫ് സൈഡ് ആണെന്ന് കണ്ടെത്തുന്ന നിമിഷം വരെ പോർച്ചുഗീസ് ആരാധകർക്ക് വിശ്രമമില്ലാഞ്ഞ ആ സമയമായിരുന്നു. എന്തായാലും ക്രൊയേഷ്യയുടെ ഒരു സുവർണ കാലത്തെ ഒരു തലമുറയ്ക്ക് അന്ത്യം വന്നിരിക്കുന്നു. ലൂക്ക മോഡ്രിച്ചും പെരിസിച്ചുമൊക്കെ കളിയിൽ നിന്നും വിരമിക്കുന്നു എന്നതാണ്, അല്ലെങ്കിൽ ഈ ലോകകപ്പോടുകൂടി ലോകകപ്പ് വേദിയിൽ ഇനി ഉണ്ടാവില്ല എന്നതാണ് ഏറ്റവും ഒരു നിരാശാജനകമായ സംഗതി. കാരണം അട്ടിമറി വീരന്മാർ എന്ന പേരെടുത്ത ആളുകളാണ് ക്രൊയേഷ്യ. നെയ്മറിനെ അടക്കമുള്ളവരെ ലോകകപ്പിൽ നിന്നും പുറത്താക്കാൻ അവരുടെ അട്ടിമറിയിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് കഴിഞ്ഞിരുന്നു. 2018 ഫൈനലിൽ ഫ്രാൻസിനോട് അടിപതറിയാണ് അവർ പുറത്തേക്ക് പോയത്. അതിനുശേഷം സെമി ഫൈനലിൽ കടക്കുന്ന സാഹചര്യം. അങ്ങനെ ഒരു മികച്ച കളി നടത്തിയ ഒരു നിരയാണ് ക്രൊയേഷ്യ. എന്തായാലും രണ്ടിലൊരു ടീം ഇന്ന് പുറത്താകുമെന്ന കാര്യം ഉറപ്പായിരുന്നു. അതിൽ റൊണാൾഡോയുടെ പോർച്ചുഗൽ ആണോ ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യ ആണോ പുറത്താവുന്നത് എന്ന ചോദ്യമായിരുന്നു. എന്തായാലും നമ്മൾ ഈ പുതിയ പാലത്തെ ഈ ഫാൻ പാർക്കിൽ നിന്ന് കളി കാണുമ്പോൾ അത് ആവേശത്തെ പരകോടിയിലെത്തിക്കുന്ന കാഴ്ച. കാരണം രണ്ട് ടീമിനും ആരാധകർ ഏറെയുള്ള ഒരു സ്ഥലമാണ് കേരളം. പ്രത്യേകിച്ചും കോഴിക്കോട് ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ സ്ഥലമാണ്. അവിടെ ക്രൊയേഷ്യക്കും പോർച്ചുഗീസിനും ഒരുപോലെ ആരാധകർ ഉള്ള ഇടമായിരുന്നു. അതുകൊണ്ട് ഓരോ നിമിഷത്തെയും മുന്നേറ്റങ്ങൾ ഒരു തിരമാല പോലെയാണ് ആളുകൾ ആഘോഷിച്ചത്. വിജയം കഴിഞ്ഞും അത് ഒരുപാട് കാലം മനസ്സിൽ നീണ്ടു നിൽക്കുന്ന ഒരു മത്സരം എന്ന രീതിയിൽ തന്നെയാണ് കളി കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ക്രൊയേഷ്യക്കാർ ലൂക്ക മോഡ്രിച്ച് സംഘവും ലോകകപ്പിൽ നിന്നും മടങ്ങിയിരിക്കുന്നു. ഇനി അടുത്തത് അർജന്റീനയുടെ ഊഴമാണ്. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് വമ്പന്മാർ എല്ലാവരും. ഫ്രാൻസ് ആണെങ്കിലും ഇംഗ്ലണ്ട് ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും പോർച്ചുഗൽ ആയെങ്കിലും ഒക്കെ അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു. ബ്രസീൽ കടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഒരു ഹൈ വോൾട്ടേജ് മത്സരത്തിനാണ് ഇവിടെ സമാപനം വന്നിരിക്കുന്നത്. അടുത്ത വമ്പൻ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം. ഒപ്പം കേരളത്തിലെ ആരാധകരും. രഞ്ജിത്ത്, തീർച്ചയായും രണ്ട് പ്രധാന താരങ്ങളെ ഓർക്കണം എൽദോ ഈ കളിയുമായി ബന്ധപ്പെട്ട്. നമ്മൾ അവർ തമ്മിലുള്ള പോരാട്ടമാണ്. എൽദോയിലേക്ക് പിന്നീട് വരാം. എന്നാൽ വിശദമായി തന്നെ ഈ മത്സരത്തെ വിലയിരുത്തും ഈ വാർത്താ ബുള്ളറ്റിൻ തന്നെ MS അനീഷ് കുമാറും ഒപ്പം എൽദോ പോളുമാണ് ചേർന്നത്. മറ്റു ചില വാർത്തകളിലേക്ക് നമുക്ക് പോകണം. നടപ്പാതകൾ പൂർണ്ണമായും ജനങ്ങൾക്ക് കൈമാറുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യമെന്ന് കോട്ടയം നഗരസഭാ അധ്യക്ഷൻ AP സന്തോഷ് കുമാർ ന്യൂസ് 18നോട്. ഇതിനുള്ള നടപടികൾ നഗരസഭ ആരംഭിച്ചു. തിരുവോരത്തെ കച്ചവടക്കാർക്ക് കോടിമതയിൽ ഫുഡ് സ്ട്രീറ്റ് ഹബ്ബ് സ്ഥാപിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ അന്തിമ പരിഗണനയിലാണ്. തട്ടുകടകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനം നിയന്ത്രിക്കുമെന്നും സന്തോഷ് കുമാർ വ്യക്തമാക്കി. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് നഗരസഭയുടെ നടപടി. ഈ കാൽനട യാത്രക്കാർക്കായി നമ്മുടെ നിരത്തുകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 ദിവസങ്ങളായി ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതിൽ കോട്ടയത്ത് നിന്ന് ശ്രീത്ത് റിപ്പോർട്ട് ചെയ്ത വാർത്തയ്ക്കുള്ള ഇമ്പാക്റ്റായി ഈ വാർത്ത കാണാം. കോട്ടയം നഗരസഭയിലെ നടപ്പാതകളിലെ കയ്യേറ്റം കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് 18 വാർത്തയായി നൽകിയത്. കോട്ടയം നഗരസഭാ അധ്യക്ഷൻ MP സന്തോഷ് കുമാർ, കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അദ്ദേഹം എന്നോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുക? നമ്മൾക്ക് കോട്ടയം നഗരത്തിലെ ഫുട്പാത്തുകൾ പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് നടക്കാൻ ഉപകരിക്കുന്ന തരത്തിലേക്ക് മാറണമെന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യം. അതിലേക്ക് ഞങ്ങൾ 2-3 പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന്, നിലവിലുള്ള തെരുവോര കച്ചവടക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി അവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കും. ആ കൊടുക്കുമ്പോഴും നേരത്തെ നമ്മൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് അനൗൺസ് ചെയ്ത ചില റോഡുകളിൽ പൂർണ്ണമായും ഫുട്പാത്തുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള റോഡുകളായി മാറുകയും ചെയ്യും. പകരം നമുക്ക് ഇത് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ അടക്കമുള്ളവർക്ക് അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന തരത്തിലേക്ക് നഗരസഭ മാറും. അതിൻ്റെ ഭാഗമായി നമ്മൾ കോടിമതയിൽ തെരുവോരത്ത് ഇരിക്കുന്ന നമ്മളുടെ കോട്ടയം നഗരത്തിനകത്തിരിക്കുന്ന കച്ചവടക്കാരടക്കമുള്ളവരെ പുനരുദ്ദേശിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് ഫുഡ് സ്ട്രീറ്റ് ഹബ്ബ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് മുഖേന സെൻട്രൽ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്ത് ഏകദേശം അത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. 5.5 കോടി രൂപ ചിലവ് വരുന്ന ഒരു പദ്ധതിയാണ്. അവിടെ 50% ആളുകൾ വിവിധ തരത്തിലുള്ള ഫുഡ് ഉൽപ്പാദിപ്പിച്ചത് വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റായി ഇത് മാറും. അതോടൊപ്പം തന്നെ മറ്റ് വ്യാപാരം നടത്തുന്ന 50% ആളുകളെയും കൂടെ അവിടെ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ന് നഗരത്തിലെ പ്രധാന റോഡുകളിലിരിക്കുന്നവരെയെല്ലാം നമുക്ക് ആ രംഗത്തേക്ക് മാറ്റി അവർക്ക് പുതിയൊരു വരുമാന മാർഗത്തിനുള്ള സാഹചര്യം ഉണ്ടാകും.
അതിനോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം ഇവിടെ ഈ ചാനലുകൾ അടക്കം കോട്ടയത്തെ നിരവധി ചാനലുകൾ തെരുവോരത്ത് വ്യാപാരം ചെയ്ത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തെരുവോര തട്ടുകടകളാണ്. തട്ടുകടകൾക്ക് നിയന്ത്രണം വേണം. നേരത്തെ നമുക്ക് 8 മുതൽ 12 വരെ, രാത്രിയിൽ 8 മുതൽ 12 വരെയായിരുന്നു അതിൻ്റെ പ്രവർത്തനം നടന്നിരുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണി 5:30 ആകുമ്പോൾ വന്ന് തന്നെ ആ തട്ട് നിരത്തി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഞങ്ങളത് അനുവദിക്കത്തില്ല. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അതിനൊരു ക്രമീകരണം ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് 8 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് അത് പ്രവർത്തനം ആരംഭിച്ച് 12 മണിക്ക് തട്ടുകടകൾ അവസാനിക്കുന്നതായിരിക്കണം അതിൻ്റെ പ്രവർത്തന ശൈലി. അതോടൊപ്പം ആ തട്ടുകടകളിൽ ശുചീകരണം, അതോടൊപ്പം വൃത്തി, ആരോഗ്യമുള്ള അതോടൊപ്പം നമുക്ക് ഹെൽത്ത് കാർഡുള്ള തൊഴിലാളികളെ മാത്രമേ അവിടെ നമ്മൾ വർക്ക് ചെയ്യിക്കത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ബഡ്ജി കച്ചവടം. ഇന്ന് ബഡ്ജി കച്ചവടം അടക്കം രാവിലെ മുതൽ രാത്രി വരെ ബഡ്ജി കച്ചവടം നടക്കുക. ബഡ്ജി കച്ചവടത്തിന് നിയന്ത്രണങ്ങളുണ്ട്. വൈകുന്നേരം 4 മുതൽ 8 മണി വരെ സമയങ്ങളിൽ ആ ബഡ്ജി കച്ചവടം കൂടെ ക്രമീകരിക്കുമ്പോൾ ഇന്നത്തെയിൽ നിന്ന് വ്യത്യാസം പൊതുജനങ്ങൾക്ക് അനുഭവിക്കപ്പെടാൻ പറ്റും. ഇതുകൂടാതെ തെരുവോരത്ത് കച്ചവടം ചെയ്യുന്ന സ്ഥിരം വ്യാപാരികൾ, അവർ തെരുവോരത്തെ നമ്മുടെ ഫുട്പാത്തിലുള്ളവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുന്ന തരത്തിലേക്കുള്ള ഹോർഡിങ്സുകളും ബോർഡുകളും കടകളുടെ മുൻവശവും ഇറക്കി വെച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും നമ്മൾ മാറ്റിയുന്ന പ്രവർത്തനത്തിലേക്ക് അത് അടുത്തു തന്നെ ഉണ്ടാകും. ഓണത്തിന് മുന്നോടിയായി നമ്മൾ ഇതെല്ലാം ക്രമീകരിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് കോട്ടയം നഗരത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള തരത്തിലേക്കാണ് നഗരസഭയുടെ മുമ്പോട്ടുള്ള പോക്ക്. പൂർണ്ണമായും വ്യാപാരികളുടെ, തെരുവോരത്ത് കച്ചവടം ചെയ്യുന്നവരുടെ, പൊതുജനങ്ങളുടെ എല്ലാം സഹകരണം വേണം. ഇവിടെ മീഡിയകൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. മീഡിയ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിഷയങ്ങൾ അത് അതീവ ഗൗരവത്തോട് എടുത്തുകൊണ്ട് ആ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് നഗരസഭയുടെ നീക്കം. അതിന് പൂർണ്ണമായും എല്ലാവരുടെയും സഹകരണം വേണം എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് വെക്കാനുള്ളത്. ചില സ്ഥലങ്ങളിലെങ്കിലും താൽക്കാലിക കടയാണ്, പക്ഷേ അതങ്ങ് സ്ഥിരം കടയായി ഉറച്ചു പോകുന്നു. അവിടെ പക്ഷേ യാത്രക്കാർക്ക് അപകടം ഉണ്ടാകുന്ന തരത്തിലാണ് പലതിൻ്റെയും. അതൊക്കെ മാറ്റാനുള്ള നടപടികളിലേക്ക് തന്നെ കടക്കും അല്ലേ? അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അതോടൊപ്പം സുപ്രീം കോടതിയുടെയൊക്കെ വിധി തെരുവോര കച്ചവടക്കാർക്ക് കൊണ്ട് അവിടെ തെരുവോരത്ത് യാത്ര ചെയ്യുന്ന ആ പൊതുജനങ്ങളുടെ കാര്യത്തിലുമുണ്ട്. അപ്പോൾ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തരത്തിലുള്ള കടകളും വെച്ച് ഉറപ്പിക്കത്തില്ല. നമുക്കറിയാം തെരുവോരത്ത് കച്ചവടം ചെയ്യുന്നവർക്ക് പെർമനൻ്റ് സ്വഭാവത്തിലുള്ള കച്ചവട സാഹചര്യം ഉണ്ടാകരുതെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് ടെമ്പററി സംവിധാനത്തിൽ തന്നെയാകണം. ഇപ്പോൾ ഇവിടെ ചില ആംഗ്ലേറയിലൊക്കെ വെൽഡ് ചെയ്ത് വലിയ മാടം പോലെ അല്ലെങ്കിൽ വലിയ ബങ്കുകൾ പോലെ സ്ഥാപിച്ചു കൊണ്ടുവരുന്നു. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. നമുക്ക് താൽക്കാലിക സംവിധാനത്തിലുള്ള തട്ടുകടകളായിട്ട് അത് നോക്കണം, അല്ലെ തള്ളിക്കൊണ്ട് നടക്കാവുന്ന വണ്ടികളിൽ അത് ക്രമീകരിക്കണം. ആ തരത്തിൽ വേണം അതിൻ്റെയൊക്കെ സാഹചര്യം ഉണ്ടാകാനുള്ളത്. എന്തായാലും അദ്ദേഹം നിലപാട് പറയുന്നത് ശക്തമായ നിലപാടുണ്ടാകുമെന്ന് തന്നെ കോട്ടയം നഗരസഭ പറയുകയാണ്. അതിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് MP സന്തോഷ് കുമാർ വ്യക്തമാക്കുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. ലഹരി മാഫിയയുടെ വേറെക്കാനായി കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പെരുമ്പാവൂരിലെത്തും. അവിടെ അതിഥിത്തൊഴിലാളികളെ മറയാക്കി ലഹരി വിപണനം വ്യാപകമാണെന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് പെരുമ്പാവൂരിലെ ജനകീയ ചെറുത്തുനിൽപ്പുകൾക്ക് പിന്തുണ നൽകാൻ ആഭ്യന്തരമന്ത്രി നേരിട്ട് എത്തുന്നത്. പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ലഹരി വിരുദ്ധ ബഹുജന റാലി രമേശ് ചെന്നിത്തല നയിക്കും. തുടർന്ന് നഗരമധ്യത്തിൽ തൂഫാൻ പതാക ഉയർത്തും. ഫാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മുഖാമുഖത്തിൽ വ്യാപാരി വ്യവസായികൾ, സാമുദായിക സാമൂഹ്യ നേതാക്കൾ, ലഹരി വിരുദ്ധ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരുമായി മുഖാമുഖമുണ്ട്. വൈകിട്ട് 5-ന് ഭായി കോളനി എന്നറിയപ്പെടുന്ന കണ്ടത്തറയിൽ എത്തി സ്ഥാപനങ്ങളിലെ തദ്ദേശവാസികളോടും അതിഥിത്തൊഴിലാളികളോടും ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഈ ആഭ്യന്തര വകുപ്പിന്റെ ഒരു വലിയ ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ. ഇപ്പോൾ നമുക്കറിയാം പെരുമ്പാവൂരിലൊക്കെ അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളുണ്ട്. അവിടെ അനധികൃതമായുള്ള ഇത്തരം മയക്കുമരുന്ന് കച്ചവടം, പാൻ മസാലകളുടെ ഉപയോഗമൊക്കെ ഉണ്ട്. അവിടെ എന്തിടപെടലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം എറണാകുളത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലഹരി കൈമാറ്റം നടക്കുന്നതും ലഹരി കച്ചവടം നടത്തുന്നതും ലഹരി ഉപയോഗം നടക്കുന്നതും
ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും പെരുമ്പാവൂരാണ്. പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾക്കിടയിലാണ്. അതിഥി തൊഴിലാളികൾ അവരുടെ നാടുകളിൽ പോയി തിരിച്ചു വരുമ്പോൾ വരുന്ന വാഹനങ്ങളിൽ ഇത്തരത്തിൽ ലഹരികൾ കടത്തുന്നു എന്ന വലിയൊരു ആരോപണമുണ്ട്. വലിയ രീതിയിലുള്ള പോലീസിന്റെ റെയ്ഡ് അവിടെ പലയിടങ്ങളിലായി തുടരുന്നുണ്ട്. നമുക്കറിയാം, വലിയ പ്രശ്നങ്ങളായിരുന്നു പെരുമ്പാവൂരിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നത്. പ്രത്യേകിച്ച് ലഹരി കച്ചവടം, പരസ്യമായിട്ടുള്ള ലഹരി ഉപയോഗം, ലഹരി കച്ചവടം, ലഹരി ഉപയോഗിച്ച് ആളുകൾ റോഡിൽ വീണ് കിടക്കുന്നതും മരിക്കുന്നതുമൊക്കെ നമ്മൾ സ്ഥിരം കാഴ്ചയാണ്. അവിടെ കൊലപാതകങ്ങൾ കൂടുന്നുണ്ട്. അങ്ങനെ വലിയൊരു പ്രശ്നമായിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പെരുമ്പാവൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിലുടനീളം നടക്കുന്ന ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം, അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് സംസ്ഥാന സർക്കാർ പെരുമ്പാവൂരിനെ കാണുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു മാസ് ഡ്രൈവ് തന്നെ നടന്നു. അതായത് വലിയ രീതിയിലുള്ള ലഹരി പിടിച്ചെടുക്കലും വലിയ രീതിയിലുള്ള ഡ്രൈവ് തന്നെയായിരുന്നു പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടന്നത്. അതിഥി തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ളവ നടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ വിവരം അറിയിക്കുക എന്നീ തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പെരുമ്പാവൂരിലേക്ക് എത്തുന്നത്. അവിടെ ലഹരി വലിയ പ്രശ്നങ്ങളാണ്. അവിടെ താമസിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഈ അതിഥി തൊഴിലാളികൾ ലഹരി ഉപയോഗം ശക്തമായിരിക്കുന്നത് കാരണം അവിടെയുള്ള പ്രദേശവാസികൾക്ക് പോലും ഭയമാണ്. അവിടെ പൊതുവാഹനങ്ങളിൽ കയറുവാനോ അല്ലെങ്കിൽ അവിടെ താമസിക്കുവാനോ നിരത്തിലിറങ്ങാനോ ഒക്കെ വലിയ ഭയപ്പാടാണ്. അവർ അതിനുള്ള പരാതികളൊക്കെ പോലീസിന് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പോലീസിന് വേണ്ട വിധത്തിൽ അവിടെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ, അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അവിടെ ഒരു പരിശോധന നടത്താനായി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ വലിയ പരിശോധനയും ലഹരി പിടികൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി അവിടേക്ക് എത്തുന്നത്. പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിൽ ഉച്ചയ്ക്ക് 2:30 ലഹരി വിരുദ്ധ ബഹുജന റാലി സംഘടിപ്പിക്കും. അവിടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അവിടെ എത്തും. അതോടൊപ്പം തന്നെ തൂഫാൻ പതാക ഉയർത്തും. നഗരമധ്യത്തിൽ തൂഫാൻ പതാക ഉയർത്തും. അതിനുശേഷം വ്യാപാരികൾ, ഈ സാമൂഹ്യ പ്രവർത്തകർ, ലഹരി വിരുദ്ധ പ്രവർത്തകർ, ഇവരെല്ലാവരുമായിട്ട് ചേർന്നൊരു മുഖാമുഖം പരിപാടി ഉണ്ടാകും, സംസാരിക്കും. അതിനുശേഷം വൈകിട്ട് 5-ന് ഭായ് കോളനി, ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടമാണ് ഭായ് കോളനി, അവിടെ എത്തി അവരുമായിട്ടുള്ളൊരു സംഭാഷണം, അവിടെ നേരിട്ടുള്ള ഒരു സന്ദർശനമാണ് ആഭ്യന്തരമന്ത്രി ഉദ്ദേശിക്കുന്നത്. രഞ്ജിത്ത്, ഏതായാലും ഓപ്പറേഷൻ തൂഫാനുമായി ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. 30 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ ഇതിനകം പിടിച്ചെടുത്തുവെന്നാണ്, ഈ തൂഫാൻ ഒരു മാസം പിന്നിടുമ്പോൾ 30 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തുവെന്നാണ് ആഭ്യന്തര വകുപ്പ് പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരു തുടർപ്രവർത്തനം ഉണ്ടാകണം. ഈ ചെറുകിട കച്ചവടക്കാർ മാത്രമല്ല, ഉപയോഗിക്കുന്നവർ മാത്രമല്ല, ഇതിനൊരു കേന്ദ്രമുണ്ടാകും. ഇത് വരുന്ന സ്ഥലങ്ങൾ കണ്ടെത്തണം. അങ്ങനെ വലിയ കടമ്പകൾ ആഭ്യന്തര വകുപ്പിന് മുന്നിലുണ്ട്. അതുണ്ടാകും, തുടർപ്രവർത്തനം ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമാണ്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമായി ഈ ഓപ്പറേഷൻ തൂഫാൻ മാറുന്നുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിൽ പരിശോധനയ്ക്കെത്തിയ പോലീസിനെയും നാട്ടുകാരെയും ആക്രമിച്ച ലഹരി സംഘം പിടിയിൽ. 3 സ്ത്രീകൾ ഉൾപ്പെടെ 5-അംഗ സംഘത്തെയാണ് പേരാമ്പ്ര പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്ന് MDMA കണ്ടെടുത്തു. പോലീസിനെ കണ്ടതോടെ അക്രമാസക്തരായ സംഘം ഉദ്യോഗസ്ഥരെ നേരിടുകയായിരുന്നു. ഒരു നാട്ടുകാരനും ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റു. പരിക്കേറ്റ ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. സ്ത്രീകളെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കോഴിക്കോട്ടാണ് ഈ സംഭവം ഉണ്ടായത്. എന്നാൽ ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത പശ്ചാത്തലം പ്രധാനമാണ്.
72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. മലയാളത്തിൽ നിന്ന് ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ധാകാന്ഡം തുടങ്ങിയ ചിത്രങ്ങൾ അവാർഡിനായുള്ള പ്രധാന മത്സരത്തിലുണ്ട്. മികച്ച നടനുള്ള പട്ടികയിൽ നമ്മുടെ സൂപ്പർ താരം മമ്മൂട്ടി കൂടി പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സായി പല്ലവി, ആലിയ ഭട്ട് എന്നിവരുൾപ്പെടെ മികച്ച നടിമാരുടെ പട്ടികയിലുണ്ട്. സംവിധായകൻ ജയരാജാണ്, മലയാളി കൂടിയായ സംവിധായകൻ ജയരാജാണ് 11-അംഗ ജൂറിയുടെ ചെയർമാൻ. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതാണ്. ഹരി വിവരങ്ങളുമായി ചേരും. ഹരി, മമ്മൂട്ടിക്ക് ഒരു ദേശീയ അവാർഡ് കൂടി മലയാളത്തിന് അഭിമാനമായി എത്തുമോ എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ മമ്മൂട്ടിക്കൊപ്പം മത്സരരംഗത്ത് ആരാണുള്ളത്? ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ അഭിനയം അത് താരതമ്യമില്ലാത്തതാണ്. തീർച്ചയായും രഞ്ജിത്ത്, നമ്മൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മമ്മൂട്ടിക്ക് മികച്ച നടൻ കിട്ടുമ്പോൾ തന്നെ ഭ്രമയുഗം എന്ന സിനിമ സംസാരിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലും മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പട്ടികയിൽ, സാധ്യതാ പട്ടികയിൽ മമ്മൂട്ടി ഉണ്ട് എന്നത് മനസ്സിലാക്കുന്നു. ഭ്രമയുഗത്തിലെ കുടുംബൻ പോറ്റി എന്ന കഥാപാത്രത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ദിൽജിത്ത് ദുസാൻ, അമർ സിംഗ് ചംകീല എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദിൽജിത്ത് ദുസാനും പ്രധാനപ്പെട്ട കണ്ടന്ററായിട്ട് നിൽക്കുന്നുണ്ട്. പുഷ്പ 2-ൽ അല്ലു അർജുൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ പുഷ്പയിൽ മികച്ച നടനായിട്ട് അല്ലു അർജുൻ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. പുഷ്പ 2-ഉം 2024 സെൻസർ ചെയ്ത സിനിമയാണ്. പുഷ്പ 2-ലും അല്ലു അർജുൻ ഒരു കണ്ടന്ററായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ട് മികച്ച നടന്മാരുടെ പട്ടികയിൽ. രാഘവ് ജിയിലുണ്ട്. അങ്ങനെ ഒരു സാധ്യത ആണ് നമുക്ക് മികച്ച നടന്മാരുടെ പട്ടികയിൽ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തമിഴ് സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ശിവകാർത്തികേയൻ, അമരൻ എന്ന ചിത്രത്തിലൂടെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യ പ്ലസ് ബോളിവുഡ് രണ്ട് തമ്മിലുള്ള ഒരു കടുത്ത മത്സരം നമുക്ക് കാണാൻ സാധിക്കും. ചില സമയത്തൊക്കെ പൂർണ്ണമായും ബോളിവുഡ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ചില സമയം പൂർണ്ണമായും സൗത്ത് ഇന്ത്യൻ സിനിമയിലേക്ക് പോവുക, ഇങ്ങനെയായിരിക്കും. പക്ഷേ ഇത്തവണ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് നടിമാരിൽ പരിണീതി ചോപ്ര മുന്നിട്ട് നിൽക്കുകയാണ്. അതും അമർ സിംഗ് ചംകീല എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. മെൽബണില് ഫിലിം ഫെസ്റ്റിവൽസിൽ ഉൾപ്പെടെ അമർ സിംഗ് ചംകീല ഭയങ്കരമായ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. 2024 നാഷണൽ അവാർഡ്സിലും അത് ശ്രദ്ധിക്കപ്പെടും എന്നുള്ള വിശ്വാസ്യത ചിത്രത്തിന്റെ സംവിധായകനായ ഇംതിയാസ് അലി 2024 തന്നെ പങ്കുവച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹത്തിന്റെ പുതിയ സിനിമയായ മേ വാപ്പസ് ആവുക ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പുതിയ അമർ സിംഗ് ചംകീലിലേക്കും അവാർഡുകൾ കൂടി കിട്ടുകയാണെങ്കിൽ രണ്ടും ഒരേ മുതലും പോലെ രീതിയിൽ മുന്നോട്ട് വയ്ക്കാം. അത് ആ സിനിമയുടെ മാത്രം ഒരു കാറ്റഗറിയാണ്. പക്ഷേ കൽക്കി 2898 AD പോലൊരു ബ്രഹ്മാണ്ഡ സിനിമ റിലീസ് ചെയ്ത വർഷവും സെൻസർ ചെയ്ത വർഷം 2024 ഒരു പക്ഷേ ടെക്നിക്കലിൽ പ്രത്യേകിച്ച് മികച്ച VFX, മികച്ച കോസ്റ്റ്യൂംസ് തുടങ്ങിയ അവാർഡുകളൊക്കെ തന്നെ കൽക്കി 2898 AD എന്ന ചിത്രത്തിന് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. പ്രത്യേകിച്ച് ഫൈറ്ററാണ്, ഋത്തിക് റോഷൻ ചിത്രമായ ഫൈറ്ററാണ് കൽക്കിക്ക് ഒരു ഓപ്പണന്റ് ആയിട്ട് നിൽക്കുന്നത്. VFX-ല് ഒരു പക്ഷേ കൽക്കിക്കായിരിക്കും കൂടുതൽ സാധ്യത. പ്രഭാസിന്റെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം കൂടിയായിരുന്നു കൽക്കി. അതിന് മികച്ച അവാർഡുകൾ കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അമിതാഭ് ബച്ചനും മികച്ച കണ്ടന്ററായിട്ട് നിൽക്കുന്നുണ്ട്. നടിമാരുടെ കാറ്റഗറിയിലേക്ക് വരുമ്പോഴേക്കും അമറിൽ തന്നെ സായി പല്ലവി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ആലിയ ഭട്ട് ജിഗ്ര എന്ന സിനിമയ്ക്ക് വേണ്ടി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പരിണീതി ചോപ്രയാണ് മറ്റൊരു കണ്ടന്ററായിട്ട് നിൽക്കുന്നത്. അങ്ങനെ എല്ലാ മികച്ച പ്രകടനങ്ങൾ അതിൽ ആർക്ക് കിട്ടുമെന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മികച്ച സിനിമ കാറ്റഗറി. അതിൽ മലയാളത്തിൽ തന്നെ ഭ്രമയുഗം ഉൾപ്പെടെയുള്ള സിനിമകൾ വരുന്നുണ്ട്. കിഷ്കിന്ധാകാന്ഡം, മഞ്ഞുമൽ ബോയ്സ് ഉൾപ്പെടെയുള്ള സിനിമകൾ, മഹാരാജ എന്ന തമിഴ് സിനിമ വിജയ് സേതുപതിയുടെ നായകനായിക്കൊണ്ട് മഹാരാജ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലുള്ള സിനിമകളും വരുന്നുണ്ട്. കൽക്കി 2898 AD അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല കാറ്റഗറീസ് ആയിട്ട് നിൽക്കുമ്പോൾ പോലും സൗത്ത് ഇന്ത്യൻ പ്ലസ് ബോളിവുഡ് സിനിമകൾ പ്രധാനപ്പെട്ട പല മത്സരത്തിലും മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആശ്വാസം, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് മികച്ച നടൻ എന്നുള്ളൊരു അവാർഡ് കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ള ചോദ്യമാണ്. എന്തായാലും ജയരാജാണ് ജൂറി ചെയർമാനായിട്ട് നിൽക്കുന്നത്. 2012-ലും ഇതിനു മുമ്പ് നാഷണൽ അവാർഡ്സിൽ ജൂറി ചെയർമാനിൽ നിന്ന് വ്യക്തി കൂടിയാണ് ജയരാജ്. ഇപ്പോൾ 24-ലെ ചിത്രങ്ങൾ സ്ക്രീൻ ചെയ്യുമ്പോഴും അദ്ദേഹം തന്നെ ജൂറിയായി മാറുന്നുണ്ട്. ഒരു മലയാളി സാന്നിധ്യം അത് കാരണം മലയാള സിനിമയിൽ കൂടുതൽ കിട്ടണമെന്നല്ല, പക്ഷെ എന്നാലും ഒരു ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പക്ഷെ അത്രയധികം മികച്ച കണ്ടന്റ്സ് പിറന്ന ഒരു വർഷം കൂടിയാണ് 2024. പ്രത്യേകിച്ച് ഭ്രമയുഗവും മഞ്ഞുമൽ ബോയ്സും ഒക്കെ ഇറങ്ങിയത് 2024 ഫെബ്രുവരി മാസത്തിലാണ്. ആ ഫെബ്രുവരി മാസം തന്നെയാണ് ഒരു പക്ഷെ ഗോൾഡൻ ടൈം പീരീഡ് ആയിട്ട് മലയാള സിനിമയിൽ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ പറയാനുള്ളത്. ആ 2024 സിനിമകൾ സ്ക്രീൻ ചെയ്യപ്പെടുമ്പോൾ അത് ഇന്ത്യൻ സിനിമയിലേക്കും കൂടി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അത് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഉള്ളത്. പക്ഷെ നമുക്കറിയാം, പലപ്പോഴായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധ്യതാ പട്ടികകളിലോ അവസാന ലിസ്റ്റിലേക്ക് വരുമ്പോൾ ചിലത് വരാറുണ്ട്, ചിലത് അപ്രതീക്ഷിതമായി നേടാറുമുണ്ട് അവാർഡുകൾ. ഇപ്പൊ കഴിഞ്ഞ തവണ ഉർവശിയും വിജയരാഘവനും ഒക്കെ അവാർഡ് കിട്ടിയതാണ്. ഇത്തവണയും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കിഷ്കിന്ധാകാന്ഡത്തിനും വിജയരാഘവനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ തീർച്ചയായും അങ്ങനെ മമ്മൂട്ടി മഹാനടനാകുമോ, മമ്മൂട്ടി മികച്ച നടനാകുമോ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികൾ. അതിനുള്ള സാധ്യതകൾ ഏറെയാണ് താനും.
ജനറൽ ബോഡിയിലെ രാജി പ്രഖ്യാപിച്ചവർ ഔദ്യോഗികമായി രാജിക്കത്ത് നൽകാത്തതോടെ വീണ്ടും അമ്മ എന്ന താരസംഘടന പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. ജനറൽ ബോഡി തിരഞ്ഞെടുത്ത താൽക്കാലിക അഡ്ഹോക് കമ്മിറ്റിയുടെ നിയമസാധുത ഇതോടെ ചോദ്യമുനയിലാണ്. അഡ്ഹോക് കമ്മിറ്റിയുടെ നിയമനത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് മുൻ ഭാരവാഹികളുടെ തീരുമാനം. പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് വരെ ചുമതല തങ്ങൾക്ക് തന്നെയെന്ന് ഈ വിഭാഗം പറയുന്നു. സൂം മീറ്റിംഗ് കൂടിയാണ് മുൻ ഭാരവാഹികൾ തീരുമാനമെടുത്തത്. ഇതിനിടെ ജോയ് മാത്യു, കൈലാഷ്, ജയൻ ചേർത്തല എന്നിവർ ഇന്നലെ രാത്രി സംഘടനയിൽ നിന്ന് രാജിവെച്ചു. നവമി ദിനേശ് ചേരുകയാണ്. നവമി, ഈ ചിരിപ്പിക്കുന്ന ഒരു സംഘടനയായി അമ്മ മാറിയിരിക്കുകയാണ്. ഭാരവാഹികൾ ശ്വേതാമേനടക്കം രാജിവെക്കുന്നു ജനറൽ ബോഡിയിൽ, പിന്നീട് മാധ്യമങ്ങളെ കണ്ട് രാജി പ്രഖ്യാപിക്കുന്നു, സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറയുന്നു. ഇതായിപ്പോൾ രാജിയില്ല, വീണ്ടും നിയമ പോരാട്ടം. യഥാർത്ഥത്തിൽ ഈ അമ്മ എന്ന സംഘടന എന്താണ് സംഭവിക്കുന്നത്? രഞ്ജിത്ത് പറഞ്ഞത് തന്നെയാണ് ശരി. നമ്മളെ ചിരിപ്പിക്കുന്ന തരത്തിലാണ് ഓരോ ദിവസവും അമ്മ സംഘടനയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്വേതാമേനോൻ അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സംഘടനയിൽ നിന്നും രാജിവെച്ചു പുറത്തു പോകുന്നു എന്നാണ്. പക്ഷേ ഇന്നലെ അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം രമേശ് പിഷാരടിയും ഗണേഷ് കുമാറും ഒക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അവർ രാജി വെച്ചിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു കമ്മിറ്റി രാജിവെക്കാതെ അഡ്ഹോക് കമ്മിറ്റി ചേരുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ബൈലോയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അഡ്ഹോക് കമ്മിറ്റി എങ്ങനെ ചേരാൻ സാധിക്കുന്നു? എന്തുകൊണ്ടാണ് രാജിവെച്ചു എന്ന് പറഞ്ഞവർ പിന്നീട് രാജിവെച്ചിട്ടില്ല? പോരാട്ടവുമായി മുന്നോട്ട് തന്നെയാണ്. അമ്മയെ ഞങ്ങൾ ചതിച്ചിട്ടില്ല, അങ്ങനെ ചതിക്കേണ്ട ആവശ്യമില്ല, തെളിവുകളെല്ലാം തങ്ങളുടെ പക്കലുണ്ടെന്ന് പിന്നീട് രാത്രിയോടുകൂടി ശ്വേതാമേനോൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ശ്വേതാമേനോൻ അതിനുശേഷം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ബൈലോ അടക്കം മുന്നിൽ വെച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും അമ്മ സംഘടനയിൽ തുടരുകയാണ്. അതിനിടയിൽ ഇന്നലെ രാത്രി മുൻ ഭാരവാഹികൾ, അതായത് ശ്വേതാമേനോന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ എല്ലാവരും ചേർന്നൊരു സൂം മീറ്റിംഗ് ചേരുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ നിലവിലുള്ള പ്രവർത്തനത്തിനെതിരെ കോടതിയെ സമീപിക്കുവാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സംഘടന നിലനിൽക്കെ അങ്ങനെ എങ്ങനെയാണ് ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് ചേരാൻ പറ്റുക? അങ്ങനെ അഡ്ഹോക് കമ്മിറ്റിക്ക് സാധ്യതയുണ്ടെങ്കിൽ അത് തങ്ങൾ തന്നെ ആയിരിക്കട്ടെ അഡ്ഹോക് കമ്മിറ്റി എന്ന കാര്യം കൂടിയാണ് ഇന്നലെ ചേർന്ന സൂം മീറ്റിംഗിൽ മുൻ ഭാരവാഹികൾ തീരുമാനമെടുത്തത്. അതുകൊണ്ട് സൂം മീറ്റിംഗിൽ ലക്ഷ്മിപ്രിയയും ഉണ്ണി ശിവപാലും പങ്കെടുത്തില്ല. നമുക്കറിയാം, ലക്ഷ്മിപ്രിയ സംഘടനയിൽ തന്നെ രാജിവെച്ച് പുറത്തുപോയ വ്യക്തിയാണ്. അതിനുശേഷമാണ് 3 അംഗങ്ങൾ രാജിവെച്ചത്. അതായത് മെയിൽ മുഖേന 3 പേർ രാജിവെച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. അത് കൈലാഷ്, ജോയ് മാത്യു, ജയൻ ചേർത്തല എന്നിവർ 3 പേരും മെയിൽ മുഖേന സംഘടനയ്ക്ക് രാജിക്കത്ത് കൈമാറുകയും ചെയ്തു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അമ്മ സംഘടനയിലെ ആരോപണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നിലവിലുള്ളത് ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ സാധ്യത ചോദ്യം ചെയ്തുകൊണ്ടാണ് മുൻ ഭാരവാഹികൾ കോടതിയെ സമീപിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ശരിക്കും അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത് രമേശ് പിഷാരുടെ നേതൃത്വത്തിലാണ്. അവരിന്നലെ മാധ്യമങ്ങളോട് പറയുമ്പോഴാണ് ഇങ്ങനൊരു രാജി ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം അതല്പം മുൻപോട്ട് പോയിരുന്നു. അവർക്ക് വേണ്ടത്ര പഴയ രേഖകൾ നൽകാനൊന്നും പഴയ കമ്മിറ്റി തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം തന്നെ സാധൂകരിക്കുന്നതല്ല, അല്ലെങ്കിൽ അതിന് നിയമസാധുത ഇല്ല നിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാനാണ് പുതിയ നീക്കം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ സംഘടനയിൽ പറയുന്നത്, അതായത് ജനറൽ ബോഡിയാണ് അഡ്ഹോക് കമ്മിറ്റിയെ തീരുമാനിച്ചത്. സാധാരണ അമ്മ സംഘടനയെ സംബന്ധിച്ച് ജനറൽ ബോഡി എന്ത് തീരുമാനമെടുക്കുന്നോ അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. നിലവിലുള്ള മുൻ കമ്മിറ്റി, അതായത് ശ്വേതാമേനോന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതും ഈ ജനറൽ ബോഡി തന്നെയാണ്. അതിൽ കണക്കുകളെല്ലാം കാണിക്കുന്നതിൽ അവ്യക്തതയുണ്ട്, വ്യക്തമായിട്ടില്ല. അതിനോടൊപ്പം തന്നെ അൻസിബ അടക്കമുള്ളവരുടെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്നീ രൂക്ഷ വിമർശനങ്ങളെ തുടർന്നായിരുന്നു ഈ സംഘടന നിലവിലുള്ള ഭാരവാഹിത്വം രാജിവെക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്വേതാമേനോൻ അടക്കമുള്ളവർ രാജി പ്രഖ്യാപിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ അതിനുശേഷം തെരഞ്ഞെടുപ്പ് രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റി വരട്ടെ എന്ന് തീരുമാനിക്കുന്നു. അവിടെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അവിടെ അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്ന് മറ്റ് പ്രത്യേകിച്ച് ഈ തീരുമാനങ്ങളൊന്നും ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് എടുക്കാൻ കഴിയില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ 1-ാം തീയതി കൊടുക്കുന്ന കൈനീട്ടം, മരുന്ന് വിതരണം, ഇതെല്ലാം കൃത്യമായി മുടങ്ങാതെ കൊണ്ടുപോവുക എന്നത് മാത്രമാണ് അഡ്ഹോക് കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ പോലും നിലവിലുള്ള സംഘടന രാജിവെക്കണം. അതോടൊപ്പം തന്നെ അവരുടെ പക്കലുള്ള രേഖകളെല്ലാം കൈമാറണമെന്നാണ്. അത് ഇതുവരെ ഏതായാലും ആ പ്രശ്നം പരിഹരിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാത്തിരുന്ന് കാണാം എന്താണ് ആ സംഘടനയ്ക്ക് സംഭവിക്കുന്നതെന്ന്.
കാഫിർ സ്ക്രീൻ ഷോട്ട് കേസിൽ പ്രതിയും ഡിവൈഎഫ്ഐ നേതാവുമായ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് വിധി പറയുക. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു നേരത്തെ. ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ കാര്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേസിന്റെ ഗതി എന്താണ്? കേസുമായി ബന്ധപ്പെട്ട് ജിതിൻ ഭാസ്കർ എന്ന ഡിവൈഎഫ്ഐ നേതാവാണ് നേരത്തെ അറസ്റ്റായത്. അദ്ദേഹം ഏതാണ്ട് 18 ദിവസത്തിലധികമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്തിരുന്നു. നേരത്തെ വടകര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യ ഹർജി നൽകിയെങ്കിലും ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കോഴിക്കോട് ജില്ലാ കോടതിയിൽ സെഷൻസ് കോടതിയിൽ പ്രതി ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം പൂർത്തിയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒപ്പം വടകരയിൽ ഇത്തരം ഒരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചതിനെ തുടർന്ന് യാതൊരു തരത്തിലുമുള്ള വർഗീയ ലഹളകളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ്. നേരത്തെ തന്നെ ഈ പോലീസ് കേസ് അന്വേഷിച്ചെങ്കിലും UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ആ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ട് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസായതിനാൽ ജാമ്യം നൽകണമെന്ന ആവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. എന്നാൽ തെളിവ് നശിപ്പിക്കുന്ന അടക്കമുള്ള ഗൗരവതരമായ കുറ്റകൃത്യം പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഫോൺ ഫോർമാറ്റ് ചെയ്ത് എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് എത്തിയത് അല്ലെങ്കിൽ ആർക്കൊക്കെ പങ്കുവെച്ചതെന്നൊക്കെ അടക്കമുള്ള അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രതിക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകുന്നത് ആ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ സ്വന്തം ഫോൺ ഫോർമാറ്റ് ചെയ്യുക എന്നാൽ അതൊരു തെളിവ് നശിപ്പിക്കലായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് പ്രതിഭാഗം വാദിക്കുകയും ചെയ്തത്. എന്തായാലും വിശദമായി തന്നെ ഇരുഭാഗത്തിന്റെയും വാദം കോടതി കേട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിധി പറയുക. ഒപ്പം ഈ കേസിലെ നേരത്തെ ആദ്യഘട്ടത്തിൽ പ്രതി ചേർന്ന കാസിം എന്ന MSF പ്രവർത്തകർ അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ കൃത്യത്തിൽ പങ്കില്ല എന്ന് നേരത്തെ പോലീസ് കോടതിയിലടക്കം റിപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി അല്ലെങ്കിൽ കേസിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അറിയാം കേസിലെ പ്രധാന പ്രതിക്ക് അല്ലെങ്കിൽ ഒന്നാം പ്രതിയായി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ഇതിന് അറസ്റ്റ് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നത്. ശരി അനീഷ്. ന്യൂസ് 18 ഇമ്പാക്ട്. കക്കൂസ് മാലിന്യം കലർന്ന മലിനജലം ഉപയോഗിച്ചുള്ള ആലപ്പുഴ ബീച്ചിലെ വിവാദ കാർണിവലിൽ നഗരസഭ അന്വേഷണം ആരംഭിച്ചു. കാർണിവൽ നടത്തിപ്പിന് അനുമതി നൽകിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം തേടിയുള്ള വൈസ് ചെയർമാന്റെ കത്ത് ന്യൂസ് 18 കിട്ടി. നിയമാനുസൃതമല്ലാതെ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് വൈസ് ചെയർമാൻ ജോസ് ചെല്ലപ്പൻ കത്തിൽ ആവശ്യപ്പെടുന്നു. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തുകയാണ് പ്രതിപക്ഷം. നികുതി വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, നിരവധി കുട്ടികൾക്ക് രോഗബാധയുണ്ടായി. അവരൊക്കെ വല്ലാത്ത ഗതികേടിലാണ്, പരാതിയുമൊക്കെ ഉണ്ട്. ഈ നമ്മൾ പുറത്തുവിട്ട വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഏറ്റവും ഒടുവിൽ നഗരസഭയുടെ ഇടപെടലുമുണ്ട്. അപ്പോൾ ഈ നഗരസഭയൊന്നും അറിയാതെയാണോ ഈ ബീച്ച് പോലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇത്ര വലിയ ഒരു മേള ദിവസങ്ങളോളം നടന്നത്? രഞ്ജിത്ത്, ഇത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നഗരസഭയ്ക്ക് അകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു വിഭാഗം ഇത്തരത്തിൽ നിയമലംഘനങ്ങളെ അനുകൂലിച്ചുകൊണ്ട് നിന്നപ്പോൾ മറ്റൊരു വിഭാഗം ഇതിനെ എതിർത്തു എന്നുള്ളതിന്റെ വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ സംഭവം നടന്നത് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചുരുങ്ങിയ കാലയളവിലൊന്നുമല്ല. 2 മാസക്കാലമാണ് ആലപ്പുഴ പോർട്ടിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ ഇത്രയധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും അതും നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, അനധികൃത നിർമ്മാണം നടക്കുകയും അതോടൊപ്പം തന്നെ ഈ അവിടെ എത്തിയ ജനങ്ങൾക്ക് ആകെ ബാധിക്കുന്ന അവരുടെ ആരോഗ്യസ്ഥിതിയെ ആകെ ബാധിക്കുന്ന രീതിയിൽ കക്കൂസ് മാലിന്യം കലർന്ന ജലം ഉപയോഗിച്ചു അവിടെയുള്ള റൈഡുകളിൽ ആളുകൾക്ക് പങ്കെടുക്കേണ്ടി വന്നത്. ടിക്കറ്റ് എടുത്ത് കയറുന്നത് വിനോദ നികുതി അടയ്ക്കുന്നതിൽ ആ ടിക്കറ്റിന്റെ ഭാഗത്തുള്ള വിനോദ നികുതി നഗരസഭയ്ക്കാണ് പോകുന്നത്. സ്വാഭാവികമായും പോർട്ടിനാണെങ്കിലും നഗരസഭയ്ക്കാണെങ്കിലും ഒക്കെ ഈ വരുന്ന ജനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ, അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഇപ്പോൾ പോയിരിക്കുന്നത് 6 കോടി രൂപ വരുമാനം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ നികുതി അടക്കം നഗരസഭയ്ക്ക് വന്നിട്ടുള്ളത് ഈ 6 കോടി രൂപയുടെ നികുതി വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നികുതി വെട്ടിപ്പടക്കം നടന്ന ഒരു സംഭവം, കരാർ മറച്ച് വിൽക്കപ്പെട്ട സംഭവം. അതായത് നമുക്കറിയാം, ഫയാസ് റഹ്മാൻ എന്ന വ്യക്തിക്കാണ് പാലക്കാട് സ്വദേശിയായ ഷഹാന സിയാൻ കമ്പനി എടുത്ത കരാർ 1 കോടി രൂപയ്ക്ക് ഫയാസ് റഹ്മാൻ മറച്ചു വിറ്റു എന്നുള്ളത് നമ്മൾ കണ്ടു. ആലപ്പുഴക്കാരായ സുനിൽ രാജ് അടക്കമുള്ള ആളുകളാണ് ഈ അക്കൗണ്ടിലേക്ക് പണം കൈമാറുക. അപ്പോൾ ഇവരുടെ ഒക്കെ റോളുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്, സിയാൻ കമ്പനിക്ക് മാത്രമല്ല എന്നുള്ളതിന് വളരെ കൃത്യമാണ്. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ പുതിയൊരു അന്വേഷണത്തിലേക്ക് നഗരസഭ നീങ്ങുന്നത്, നിർബന്ധിതരാകുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. തുടക്കം മുതൽ തന്നെ
ഈ വിഷയത്തിനകത്ത് റവന്യൂ വകുപ്പിന് വിയോജിപ്പുണ്ടായിരുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ നഗരസഭ വൈസ് ചെയർമാൻ്റെ കത്തുകളാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഈ കത്തിനകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് CRZ ലംഘനങ്ങൾ അടക്കം നടന്നു എന്നുള്ള നിരവധി പരാതികൾ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി വേണം. അങ്ങനെ ആ അനധികൃത നിർമ്മാണം അടക്കമുള്ള അല്ലെങ്കിൽ അനധികൃതമായി അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ നഗരസഭയോട് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി. ശരണ്യ, വിവരങ്ങൾ പങ്കുവച്ചതിന് നമുക്കിനി ന്യൂസ് 8 സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. കൊല്ലം കടക്കൽ സ്വദേശികളായ വിജേഷ്, അനശ്വര എന്നിവരുടെ മകൾ ജാനകിയുടെ പിറന്നാളാണ് ഇന്ന്. ജാനകിക്ക് എല്ലാ ആശംസകളും നേരുന്നു. എറണാകുളം ചേരനല്ലൂരിലുള്ള മുഹമ്മദ് സയാന്റെയും ഫാത്തിമ സയാനയുടെയും 7ാമത്തെ പിറന്നാളാണിന്ന്. ആശംസകൾ നേടുന്നത് പിതാവ് VA മൊയ്തീൻ കുഞ്ഞും മാതാവ് റംലത്ത് മൊയ്തീനും ഒപ്പം ബന്ധുക്കൾ. അപ്പോൾ നമുക്ക് ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക് മടങ്ങി വരണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എൽദോ ചേരും.